ഇടുക്കി ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ദൌത്യം ശനിയാഴ്ച രാവിലെ 4-ന് മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. അന്നേ ദിവസം ചിന്നക്കനാലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് സൂര്യ എന്ന കുങ്കിയാനയുമായി 6 അംഗ സംഘം പുറപ്പെട്ടു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുകൊമ്പനാണ് അരിക്കൊമ്പൻ. ഇന്നും സമാനമായ രീതിയിൽ 2 വീടുകൾ ആക്രമിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ എന്തായാലും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനം, അതിനുള്ള ദിവസം എന്തായാലും നിശ്ചയിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, വളരെ നാളുകളായി ചിന്നക്കനാൽ ചാന്നൽപ്പാറ പഞ്ചായത്തുകളിൽ വലിയ നാശനഷ്ടം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് അരിക്കൊമ്പൻ. എല്ലാ ദിവസവും തന്നെ അരിക്കൊമ്പന്റെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ഏതാനും നാളുകളായി അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള ഒരുക്കങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചു വരികയായിരുന്നു. ഏകദേശം ഈ പദ്ധതി ദൗത്യം ഏകദേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 25 തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിനായി സിമന്റ് പാലത്ത് ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് മറ്റു മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രീതിയാണ് ചിന്നക്കനാലിൽ അവലംബിക്കുന്നത്. കാരണം അരിക്കൊമ്പന്റെ സവിശേഷതകൾ കൊണ്ട് ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇവിടെ ഒരു സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സിമന്റ് പാലത്ത് അരിക്കൊമ്പൻ മുൻപ് തകർത്ത ഒരു വീട്ടിൽ റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ഇവിടേക്ക് ആനയെ ആകർഷിക്കാനാണ് പദ്ധതി. 25-ന് രാവിലെ 4-ന് മയക്കുവെടി വെക്കാനാണ് ഒരു തീരുമാനം. ഇതിനുശേഷം കോടനാട്ടേക്ക് കൊണ്ടുപോകും. ഈ ദൗത്യം നടക്കുന്ന ദിവസം ചിന്നക്കനാൽ ചാന്നൽപ്പാറ പഞ്ചായത്തുകളിൽ, അതായത് സിമന്റ് പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ചില മേഖലകളിൽ ചില വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം സിമന്റ് പാലത്തിനോട് ചേർന്നുള്ള 301 കോളനിയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനടക്കമുള്ള നടപടികളും സ്വീകരിക്കും. ഇതിനായി ഒരു പ്രത്യേക യോഗം നാളെ ചേരും. ആകെ 71 അംഗങ്ങളുള്ള ദൗത്യസേനയാണ് ഇതിനായി എത്തുന്നത്. ഇവർ 11 ടീമുകളായി തിരിഞ്ഞാവും ദൗത്യം പൂർത്തീകരിക്കുക. 4 കുങ്കിയാനകളാണ് നിലവിൽ ഈ ദൗത്യത്തിനായി എത്തുന്നത്. ഒരു ആന എത്തിയിട്ടുണ്ട്. മറ്റു ആനകളെയും കുങ്കിയാനകളും 10 ദിവസങ്ങളിലായൊക്കെ ഈ ചിന്നക്കനാലിലേക്ക് എത്തും. പ്രദേശവാസികളുടെ പൂർണ്ണ സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ആര്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.